ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റാളിൽ ഈ വർഷം അതായത് 2023 3 സൂപ്പർ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റെഡി മോഡലുകളാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കർവ് എന്ന് പറയുന്ന മോഡൽ ശരിക്കും നേരത്തെ ഇന്റർനാഷണൽ ഡെബ്യൂട്ട് നടത്തിയിരുന്നു. പക്ഷേ ഇപ്പം ഏറെക്കുറെ ഒരു പ്രൊഡക്റ്റ് റെഡി വേർഷൻ പോലെയാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷുവറായിട്ടും ഈ ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ മാറാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ശരിക്കും ഒരു പ്രോട്ടോടൈപ്പ് പോലെ കൊടുത്തില്ല. അതിൻ്റെ ഒരു ചെറിയ ചേഞ്ചസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ശരിക്കും ഇതൊരു EV വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് EV അതിന് പകരം ഒരു IC എഞ്ചിനിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഫ്രണ്ട് ഫേസ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ഡയമണ്ട് കാർട്ട്സ് ലൈൻസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് കയറി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇതും ചേഞ്ച് ആവാൻ സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ കർട്ടൻ കൈയുള്ളിലേക്ക് പോകുന്ന ആ തരത്തിൽ അതും ഒരു പക്ഷേ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വീലിലേക്ക് വരുന്ന സമയത്ത് ഡിസൈൻ ഒരു പക്ഷേ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇത്ര വലിയ സൈസ് ആവാൻ സാധ്യതയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. SUV ക്ലാഡിങ്ങിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നൈസ്. അതുപോലെ തന്നെ മിറർ ഇതും ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. എനിക്കൊരു പ്രോട്ടോടൈപ്പ് മിറർ പോലെയാണ് തോന്നിയിട്ടുള്ളത് പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തുറക്കാൻ കഴിയില്ല, കാരണം ഡോർ ഹാൻഡിലില്ല. ഓക്കെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രൊഡക്റ്റ് റെഡി വേർഷൻ പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതിനകത്ത് കാണാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയാൽ നൈസ് ഒരു കോൺസെപ്റ്റ് സംഭവമൊക്കെ പോലെ ആണെന്നുണ്ടെങ്കിലും രസമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു ഭാഗം കാണാം. അതുപോലെ തന്നെ താഴെ നമുക്കൊരു റോട്ടറി സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള ഡ്രൈവ് മോഡുകളിൽ വരുന്ന ഒരു വാഹനമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മറ്റു ചില കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചാർജിങ് പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പോർട്ട് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആംബിയൻ ലൈറ്റിങ്ങും നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ആ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻസും നൈസ്. ഇനി സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം ഇതിനകത്ത് കൊടുത്തുള്ള സീറ്റ് എനിക്ക് തോന്നുന്നു ഒരു കൺസെപ്റ്റ് വൈസ് സീറ്റുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിനേക്കാളും കുറച്ചുകൂടി കുഷ്യനും സെറ്റപ്പും ഉള്ള സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഐ എക്സ്പെക്ട്. ഓക്കെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സി പില്ലറിൻ്റെ ഭാഗം നല്ല രസമുണ്ട്. ഒരു കൂപ്പ് ഡിസൈൻ സ്റ്റൈലിഷ്. പിന്നെ അതുപോലെ തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റുകളെയും നമുക്കിവിടെ കാണാൻ കഴിയും. കർവ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാനിപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് എക്സോസ്റ്റിനെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. IC എഞ്ചിനാണെങ്കിൽ അറിയാലോ, പക്ഷേ എക്സോസ്റ്റിനെ കാണാനില്ല. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഇതിൻ്റെ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ രണ്ടാമത്തെ മോഡലൊന്ന് നോക്കിയാലോ. ടാറ്റ മോട്ടോഴ്സിൻ്റെ പവറിലെ രണ്ടാമത്തെ കോൺസെപ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയറയുടെ മോഡലായിരുന്നു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൊഡക്റ്റ് റെഡി വെർഷനാണ്. പക്ഷേ നേരത്തെ നമ്മൾ കർവിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചേഞ്ചസുകളൊക്കെ ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു ഇല്ലുമിനേറ്റിംഗ് ലാമ്പ് അത് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ TR ഇതുപോലെ നിലനിർത്താൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇതെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. നൈസ്. ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല രസമുണ്ട്. 2020 ഓട്ടോ എക്സ്പോയിൽ ശരിക്കും സിയറയുടെ ഇതിനേക്കാളും ഒരു കോൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു സാധനത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലിനെയാണ് ഇപ്പം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ അതായത് ഫസ്റ്റ് ടൈം സിയറിനെ പ്രസൻറ്റ് ചെയ്ത സമയത്ത് 4 ഡോർ ഇങ്ങനെ ആയിരുന്നില്ല, മുകളിലേക്ക് ഓപ്പൺ ആകുന്ന അറിയാലോ കോൺസെപ്റ്റ് ഡോർ എങ്ങനെ ആയിരിക്കും ആ തരത്തിലായിരുന്നു. ഇപ്പം ഏറെക്കുറെ 4 ഡോർ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അതിനുള്ളിൽ ആൾക്കാർ കയറിയിരിക്കുന്നത് ടാറ്റയുടെ ഒഫീഷ്യലാണ്. ഒരു ഒഫീഷ്യൽ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്കൊക്കെ കയറി ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ഓപ്പണൊക്കെ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു EV ആണ്. അതുകൊണ്ട് തന്നെ .EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ടയർ ഈ ഒരു പാറ്റേൺ ഇതുപോലെ തന്നെ നിലനിർത്തി വരാനാണ് സാധ്യത. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സൈഡ് വ്യൂ മിറർ മാറാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു കോൺസെപ്റ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഡോർ ഓപ്പൺ ആയി. അപ്പോൾ അകത്തേക്ക് നോക്കിയാൽ നൈസ്. ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ സില്ലുകളൊക്കെ കുറച്ചും കൂടി ഇല്ലുമിനേറ്റഡ് ആണ്. കൂൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി ബോക്സി ഡിസൈനാണ്. ശരിക്കും എവിടെയൊക്കെ ഒരു ഡിഫൻഡറോട് അതായത് റേഞ്ച് റോവറിൻ്റെ ചില മോഡലുകളോട് വളരെ പെട്ടെന്ന് സാദൃശ്യം തോന്നുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്ന സമയത്ത് ഇത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും എനിക്ക് തോന്നുന്നു ഈ കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ അതുപോലെ നിലനിർത്തും തോന്നുന്നു. ലോഗോ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് എലമെന്റുകൾ കുറച്ചും കൂടിയൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏതായാലും ഒരു 2024, 2025 സൈറയുടെ ഇലക്ട്രിക് മോഡലിനെ പ്രതീക്ഷിക്കാം എന്നാണ് ടാറ്റ മോട്ടോഴ്സ് ഒരു സൂചന തന്നത്. ഈ ഒരു മോഡലിനെ പ്രസന്റ് ചെയ്യുമ്പോഴും അവർ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ലെജൻഡാണ് അല്ലേ. ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ വാഹന വിപണിയിലുള്ള ഒരു മോഡൽ, അതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് മോഡൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മൂന്നാമതായിട്ടുള്ള കോൺസെപ്റ്റ് മോഡലാണ് ടാറ്റ അവന്യ. ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇതിന് ഡെബ്യൂട്ട് ഒരിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര ഡയമണ്ട് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കൺസെപ്റ്റ് മോഡൽ ആയതുകൊണ്ട് അതിന് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഇതേപോലെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് അറിവായിട്ടുള്ളത് പറയാം. ഏകദേശം 500 കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് വാഹനമായിരിക്കും അവന്യ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് ഉണ്ടാവും എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതേപോലെ തന്നെ ഏകദേശം ഒരു 30 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസും. അതുപോലെ തന്നെ 30 മിനിറ്റ് കൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ പ്രത്യേകത. ഇതൊരു ക്രോസ് ഓവർ EV ആയിരിക്കും, അതായത് ഒരു ക്രോസ് ഓവർ SUV പോലത്തെ EV ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാറുകൾ പൊതുവെ അങ്ങനെയല്ലേ. നൈസ്. അപ്പോൾ എന്തായാലും ഈ 3 കോൺസെപ്റ്റ് കാറുകളെയും അതുപോലെ തന്നെ ഒരു ഹാരിയറിൻ്റെ EVയും ആയിരുന്നു ടാറ്റ മോട്ടോഴ്സിലെ പ്രധാന ആകർഷണം. പിന്നെ കൊമേഴ്ഷ്യൽസ് ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽസ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ തന്നെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പവലിയൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ പവലിയനിൽ അവതരിപ്പിക്കപ്പെട്ട 3 മോഡലുകളും ഇതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം.